Okay, then are you ready? Yes. Then you can write down the first answer. I'll say the question. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എഴുതിയ 2 ക്വസ്റ്റ്യൻ ആൻസർ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാണ്, നിങ്ങൾ ആൻസർ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ 5 സീസൺസ്. എഴുതിക്കേ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ 5 സീസൺസ്. 5 സീസൺസിന്റെ പേര് എഴുതിക്കേ വേഗം. Write the names of the 5 seasons. Okay, write the names of the 5 seasons. Hanya is not writing. Do it fast. Okay, so second question. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. How do we keep warm in winter? 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 Did you write? How do we keep warm in winter? Okay. Okay, ഫാത്തിമ മെഹറിൻ, എന്ത് പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ കയറാതിരുന്നത്? ഓക്കെ, ഫാത്തിമ മെഹറിൻ അൺമ്യൂട്ട് ചെയ്ത മോളെ, എന്തേ കഴിഞ്ഞ ക്ലാസ്സിൽ കയറാതിരുന്നേ?
മിസ്സേ കഴിഞ്ഞ ക്ലാസ്സിൽ കയറുമ്പം സമയം വൈകി പോയി. നെറ്റ് പോയാ? നെറ്റ് പോയതല്ല, സമയം വൈകി പോയത്. ഓ. ഓക്കെ. ഫിനിഷ് ആയ മക്കളെ? Okay, Kurian has finished his writing. Shifana also. Okay. So എന്തായിരുന്നു ആൻസർ? മിസ് ആൻസർ പറയാൻ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുക കേട്ടോ. First one, the 5 seasons. Okay. 5 seasons ഏതൊക്കെയാണ്? Winter, summer, monsoon, spring and autumn. Okay. Winter, summer, monsoon, spring and autumn. അപ്പോൾ ഇതാണ് ഞങ്ങൾ എഴുതിയേക്കുന്നതെങ്കിൽ give a correct tick. Okay, that is correct. Give a tick. And second one, how do we keep warm in winters? We keep warm in winters by wearing woolen clothes, then lighting fires and using heaters. ഈ 3 points എഴുതിയിരിക്കുന്നെങ്കിൽ okay, give the tick mark. Okay. Okay, Eric, is it okay? എത്ര പേർക്ക് രണ്ടും ശരിയായി? How many of you got the both correctly? Okay. Yes. Okay then. Now open your notebook and continue to write. Okay. So the third one. Third question's answer. What do people do to keep cool in summer? Okay. What do people do to keep cool in summer? People wear cotton cloths and use coolers and fans to keep cool in summer.
People wear cotton clothes and use coolers and fans to keep cool in summer. Third question's answer it is. Okay, you have to write the question. You have to look at the textbook and write the question. And the fourth question, which season do you like best? What do you like to do during that time? Okay, which season do you like best? What do you like to do during that time? That is up to you. അത് നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഏത് സീസണാണ് ഇഷ്ടം, ആ സമയത്ത് ആ സീസണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. ഓക്കെ. Okay, did you finish your writing? ഫാത്തിമ മഹ്റിൻ എതിരെ സ്ക്രീനിൽ വരയ്ക്കുന്നേ? Okay, did you all finish your writing? Okay. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്സാം ആണ് വരുന്നത് അല്ലേ? ഇനി അറിഞ്ഞില്ലേ? നിങ്ങൾ മെസ്സേജ് കണ്ടില്ലേ? അപ്പോൾ പഠിക്കണം കേട്ടോ. യു ഹാവ് ടു ഡു ഇറ്റ് വെൽ. നമ്മൾ ഫസ്റ്റ് എക്സാമിന് നമ്മൾ ലെസൺ 1 ഉം 2 അല്ലേ മക്കളെ എടുത്തത് അല്ലേ? 3 ഉണ്ടായിട്ടില്ലല്ലോ. ഓൺലി ചാപ്റ്റർ 1 and 2 അല്ലേ ഫസ്റ്റ് നമ്മൾ എക്സാമിന് ഉണ്ടായിരുന്നത്. ഓക്കെ, എന്താ അറിയിക്കേ? എന്താ അറിയിക്കേ?
ഒന്നുമില്ല. അത് ശരി. ഓക്കെ, സോ ആ പാഠത്തിലെ എക്സസൈസ് നമുക്ക് അവിടെ കൊണ്ട് കഴിഞ്ഞു, സീസൺസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ലെസൺ നന്നായിട്ട് വായിച്ച് 1 വേർഡ്സ് ഒക്കെ പഠിച്ചിട്ട് ക്ലാസ്സിൽ വരിക. ഞാൻ ക്ലാസ് ടെസ്റ്റ് ഇടുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, we will have a class test on the next class. Okay, so please take lesson 8. Lesson 8 എടുത്തേ, our earth. See, our earth. എന്താണ് earth എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭൂമി അല്ലേ? Our earth is made up of land and water. Our earth is made up of land and water. Land എന്ന് പറഞ്ഞാൽ എന്താ? കരഭാഗം അല്ലേ? വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പൊ നമ്മുടെ ഭൂമി കരയും വെള്ളവും ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. More than half of the earth is covered with water. എന്താണ്? More than half of the earth. ഭൂമിയുടെ പകുതിയിലധികവും എന്താണ്? വെള്ളമാണ്. More than half of the earth is covered with water. There is air around the earth. എയർ ഉണ്ടല്ലേ, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ എയർ ആവശ്യമാണ്. അപ്പോൾ ആ എയറും എവിടെയുണ്ട്? എർത്തിലുണ്ട്. The earth is made up of land and water. Okay, our earth is made up of land and water. And more than half of the earth is covered with water. പകുതിയിലധികവും വെള്ളമാണ്. And then there is air around the earth. ഭൂമിയിൽ എന്തുമുണ്ട്? എയറും ഉണ്ട്. Living things need land, water and air to live. Yes, എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും എന്താ ആവശ്യമാണ്? They need land, water and air to live. These three things are essential for all the living beings, and these are available in the earth. ഈ എർത്ത് എന്നുള്ള പ്ലാനറ്റിൽ മാത്രമേ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എന്താണ്? there is land, air and water on the earth. Okay, we grow our food on land. അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? we grow our food on land. നമ്മള് നമ്മുടെ പറമ്പിൽ അല്ലേ നമ്മള് പച്ചക്കറികൾ നടും. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ പറമ്പിൽ നമ്മൾ നടുന്നുണ്ട് അല്ലേ? അപ്പൊ അതാ പറയുന്നത് we grow our food on land. മണ്ണിലാണ് നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. Wheat, rice, fruits and vegetables are our food. മെയിൻലി നമ്മുടെ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? wheat, rice, fruits and vegetables. These are our food items. And these food items are grown on land. Okay. Houses and factories are made on land. ലാൻഡിലാണ് ഏതുള്ളത്? നമ്മുടെ വീടുകളും ഫാക്ടറീസും ഒക്കെ it's made on land. Trains and other vehicles move on land. Yeah, the trains and all other vehicles all move on land. There are many types of land. Flat land called a plain. Most people live and grow crops on plain. അപ്പോൾ നമ്മൾ ഈ ലാൻഡിന് there are different this land is also called in different names according to its shape. അതിന്റെ ഷേപ്പ് ഒക്കെ അനുസരിച്ച് അതിനെ നമ്മൾ പല പേരിൽ വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഫ്ലാറ്റ് ലാൻഡ് ഈസ് കോൾഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കുന്നുകളൊന്നും ഇല്ലാതെ നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലത്തിന് നമ്മൾ പ്ലെയിൻ എന്ന് വിളിക്കും. കണ്ടോ, അവിടെ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? മോസ്റ്റ് പീപ്പിൾ ലിവ് ആൻഡ് ഗ്രോ ക്രോപ്സ് ഓൺ പ്ലെയിൻസ്. പല വീറ്റ്, റൈസ് എന്നിങ്ങനെയുള്ള പല ക്രോപ്സും ഈ പ്ലെയിൻസിലാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, യെസ്, വൺസ് അഗൈൻ ജസ്റ്റ് ലുക്ക് അറ്റ് the earth is made up of land and water. നമ്മുടെ earth എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്? land and water. Okay, there is land and also there is water. More than half of the earth is covered with water. And how much is the measurement? More than half. More than half of the earth is covered with water. There is air around the earth. എർത്തിൽ എന്തുണ്ട്? എയർ ഉണ്ട്.
ലിവിങ് തിങ്സ് നീഡ് ലാൻഡ് വാട്ടർ ആൻഡ് എയർ ടു ലിവ്. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തൊക്കെ ആവശ്യമുണ്ട്? ദേ നീഡ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ടു ലിവ്. വി ഗ്രോ അവർ ഫുഡ് ഓൺ ലാൻഡ്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മൾ നട്ടു വളർത്തുന്നത് ലാൻഡിലാണ്. വീറ്റ്, റൈസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ആർ ഫുഡ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണ് ഏതൊക്കെ? വീറ്റ്, റൈസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ആർ ഫുഡ്. ഹൗസസ് ആൻഡ് ഫാക്ടറീസ് ആർ മെയ്ഡ് ഓൺ ലാൻഡ്. Yes, we know our house, അല്ലേ? The house in which we live in, that is made on the earth. And same way, many factories. Then trains and other vehicles move on land. Vehicles, all the vehicles that also move on land. There are many types of land. According to its shape, we can divide this earth into different names. Yeah, different names are given. Flat land is called a plain. കുന്നുകളൊന്നും ഇല്ലാത്ത നല്ല നിരപ്പായ സ്ഥലത്ത് നമ്മൾ വിളിക്കും plain. Most people live and grow crops on plains. Most of the people താമസിക്കുകയും അവർക്ക് ആവശ്യമുള്ള കൃഷികളൊക്കെ അവർ നടത്തുകയും ചെയ്യുന്നത് ഈ പ്ലെയിൻസിലാണ്. ഓക്കെ. അറ്റ് സം പ്ലേസസ് ദ ലാൻഡ് ഈസ് ഹൈ. ചില സ്ഥലങ്ങളിൽ കുന്നുപ്രദേശമുണ്ട് അല്ലേ? നമുക്കറിയാം നമ്മുടെയൊക്കെ താമസിക്കുന്ന ചുറ്റുപാടിലും കുന്നുകളുണ്ട്. അപ്പോൾ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് ലാൻഡ് ഈസ് കോൾഡ് എ ഹിൽ. അപ്പോൾ ഉയർന്ന ലാൻഡ് ഹൈ ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ ഹിൽ എന്ന് വിളിക്കും. അവിടെ കണ്ടോ പ്ലെയിൻ്റെ നേരെ തന്നെ ഒരു ഹില്ലിന്റെ പിക്ചർ കൊടുത്തേക്കുന്നത് കണ്ടോ നിങ്ങൾ? പേജ് നമ്പർ 158 കണ്ടോ? എ ഹില്ല് കണ്ടോ? At some places the land is high. This type of land is called a hill. Where there is the land where it is high, bit high, such places are called as hill. Flat land is called as plain. Okay, മാറിപ്പോവരുത്. Flat land is called as plain, and then the land which is high, at some places the land is high, such land is called as hill. Okay. The low land between two hills is called a valley. നോക്കി നിങ്ങൾ പേജ് നമ്പർ 159 കണ്ടോ? വാലി കണ്ടോ? എ മൗണ്ടൻ. നോക്കി. ഓക്കെ, 1 സെക്കൻഡ്. The low land between two hills is called a valley. രണ്ട് കുന്നുകളുടെ നടുക്ക് ഉള്ള ലോ ലാൻഡ്, താഴ്ന്ന പ്രദേശത്തിന് നമ്മൾ വാലി എന്ന് അറിയപ്പെടും. Very high hills are called mountains. Very high hills എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? Some places the land is high. അതിനാണ് നമ്മൾ ഹിൽസ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ വെരി ഹൈ ആയിട്ടുള്ള ഹിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മൗണ്ടൻ. ഓക്കെ ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. എന്താ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? There are the earth is called in different names according to its shape, അല്ലേ? The land which is flat is called as plain, and the land which is in some height, that is called as hill, and then the low land between two hills is called a valley. Very high hills are called as mountain. ഓക്കെ, ഇതെല്ലാം ഓരോ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. മിസ് അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചേ. മുഹമ്മദ് അഫ്ലാഹ്, അമന രാജേഷ്, എറിക്, അനീറ്റ, അനഘ സുരേഷ്, കുര്യൻ, ജുവൽ, മിൻഹാജ്, നാഫിഹ്,
നാഫിഹ്, ഇഫ്ര, ടെസ മരിയ, ഫർഹ, ഷിഹാസ്, ഷിഫാന, ശ്രീഹരി, ഹന്ന, അജിത് ജോസഫ്, ബിനിയ, മുഹമ്മദ് ഷഹ്സാദ്, അലൻ തോമസ്. ഓക്കെ, അനിഹ മോഹൻ, മുഹമ്മദ് സയാൻ, മുഹമ്മദ് ടി. ഓക്കെ, അനിഹ മോളെ പ്ലീസ് അൺമ്യൂട്ട്. മോളൊന്ന് വായിച്ചേ ആ ചാപ്റ്റർ. The earth is made up of land and water. More than half of the earth is covered with water. There is air. The earth living things need land, water, and air to live. We grow our food on land. Wheat, rice, fruits, and vegetables are our food. Houses and factories are made on land. Malavika, okay, good. Malavika, I have given you attendance. Okay, Malavika, attendance. Move on land. There are many types of land. Flat land is called plain. Most people live and grow crops on plain. Okay then. Okay, Neha. ഓക്കെ ദെൻ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ മിസ് 1 വേർഡ്സ് ക്വസ്റ്റ്യൻ ഇടുന്നതായിരിക്കും കേട്ടോ. ക്ലാസ് ടെസ്റ്റ് ഇടും. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ക്ലാസ്സിൽ കയറുക. ഓക്കെ ഓക്കെ ദെൻ വിൽ വൈൻഡ് അപ്പ് ടു ദ ക്ലാസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണേ. ഇനിയുള്ള ദിവസം നിങ്ങൾ കളിച്ച് ടൈം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ പഠിക്കുക. ഓക്കെ.